സോ ഇത് നമ്മുടെ മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇവാലുവേഷൻ മെഷേഴ്സ് ഫോർ ക്ലാസിഫിക്കേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം നമ്മൾ റിഗ്രഷൻ്റെ ഇവാലുവേഷൻസ് എങ്ങനെയായിരിക്കും ചെയ്യാന്നുള്ളത്. സോ മീൻ അബ്സല്യൂട്ട് എറർ, റൂട്ട് മീൻ സ്ക്വയർ എറർ, ആർ സ്ക്വയർ അല്ലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ഇതായിരിക്കും ആ 3 ടോപ്പിക്സ് വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം റിഗ്രഷൻ ഇവാലുവേഷൻ മെട്രിക്സ് എന്താണെന്നുള്ളത്. സോ ദിസ് വിൽ ബി ദ കോഴ്സ് ഔട്ട്കംസ് ഫോർ ദ ടോപ്പിക്. C of 5 ആയിരിക്കും കോഴ്സ് ഔട്ട്കം വരുന്നത്. യൂസ് അപ്രോപ്രിയേറ്റ് പെർഫോമൻസ് മെഷേഴ്സ് ടു ഇവാലുവേറ്റ് മെഷീൻ ലേണിംഗ് മോഡൽസ്. ഓക്കെ, സോ ഒന്ന് റീഡ് ചെയ്ത് പോവുക. സോ നമ്മുടെ റിഗ്രഷൻ ഇവാലുവേഷൻ മെട്രിക്സ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു റിഗ്രഷൻ മോഡൽ ഉണ്ടാക്കി ആ മോഡൽ എത്രമാത്രം ഗുഡ് ആണ്, ഹൗ ഗുഡ് ഈസ് അവർ മോഡൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് ശരിക്കും നമ്മൾ റിഗ്രഷൻ ഇവാലുവേഷൻ മെട്രിക്സ് വഴി ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മീൻ സ്ക്വയർ, റൂട്ട് മീൻ സ്ക്വയർ ആൻഡ് ആർ സ്ക്വയർ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് മീൻ ആബ്സല്യൂട്ട് എറർ എന്നുള്ളത്. നത്തിങ് ബട്ട് ദ ഇക്വേഷൻ വിൽ ബി 1/n സിഗ്മ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് yi മൈനസ് y ക്യാപ്. അതിൽ yi എന്ന് പറയുന്ന നമ്മുടെ ആക്ച്വൽ വാല്യൂ, y ക്യാപ് എന്ന് പറയുന്ന പ്രഡിക്റ്റഡ് വാല്യൂ, n എന്ന് പറയുന്ന എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ ദ ഡെഫിനേഷൻസ് വിൽ ബി ആസ് ദ മീൻ അബ്സല്യൂട്ട് എറർ is the average of the absolute differences between actual value and predicted value. So, our mean absolute error will tell us on average how much is the model's prediction wrong. അതായത് മോഡൽ പ്രഡിക്ഷൻ എത്രമാത്രം ഒരു ആവറേജ് വാല്യൂ എന്തുമാത്രമാണ് അത് റോങ് ആണ് എന്നുള്ളത്. ഓക്കെ, കൺസിഡർ ദിസ് എക്സാമ്പിൾ ഫോർ ദ മീൻ ആബ്സല്യൂട്ട് എറർ. Given 4 observations, the actual values will be 4, 6, 8 and 10. The table തന്നെ തന്നിട്ടുണ്ട് 4, 6, 8, 10 ആണ് ശരിക്കുമുള്ള വാല്യൂ. പക്ഷെ നമ്മുടെ മോഡൽ പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ 4.5, 5.5, 7.5, 9 എന്നിങ്ങനെയായി. സോ എറർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആക്ച്വൽ വാല്യൂ മൈനസ് പ്രഡിക്റ്റഡ് വാല്യൂ. ആക്ച്വൽ വാല്യൂ ഈസ് 4, predicted value is 4.5. So the error will be 4 minus 4.5, which is minus 0.5. Next one, 6 minus 5.5 will be 0.5. 8 minus 7.5 will be also 0.5. 10 minus 9 is 1. So നമ്മൾ എറർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ട ആബ്സല്യൂട്ട് എറർ ആണ്. ആബ്സല്യൂട്ട് എറർ നത്തിങ് ബട്ട് എന്ത് ചെയ്യുക? ആബ്സല്യൂട്ട് എററിന് നമ്മൾ ഈ കിട്ടിയ എറർ വാല്യൂസ് ഉണ്ടല്ലോ, ഈ എറർ വാല്യൂസിന്റെ മോഡുലസ് ഓപ്പറേഷൻസ്, മോഡുലസ് വാല്യൂ എടുത്താൽ മതി. സോ മോഡുലസ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആവും, പോസിറ്റീവ് ഒക്കെ അതുപോലെ തന്നെ നിൽക്കും. സോ നമുക്ക് ഈ വാല്യൂസ് കിട്ടുന്നു 0.5, 0.5, 0.5 ആൻഡ് 1. ഓക്കെ, സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സം എടുക്കുകയാണ്. കാര്യം നമ്മുടെ മുകളിലത്തെ ഇക്വേഷൻ അത് നമ്മൾ പറഞ്ഞ സം ഓഫ് i ഈക്വൽ ടു 1 to n y മോഡുലസ് ഓഫ് yi മൈനസ് y ക്യാപ് എന്നായിരുന്നു. സോ നമ്മൾ സം ഓഫ് ദ വാല്യൂസ് കണ്ടുപിടിച്ചു. എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടെ കൂട്ടുക. 0.5 plus 0.5 plus 0.5 plus 1 will be 2.5. And the number of observation is 4. Hence, MAE will be equal to 2.5 divided by 4, which is 0.625. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രഡിക്ഷനിൽ വന്ന എറർ ഇത്രയും ആയിരിക്കും. സോ അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ലെസ് എഫക്ട്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആക്ച്വലും പ്രഡിക്റ്റഡും തമ്മിൽ മൈനസ് ചെയ്യുക, അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കുക, സം എടുക്കുക, ആ സമ്മിന് ടോട്ടൽ ഒബ്സർവേഷൻസ് വെച്ച് ഡിവൈഡ് ചെയ്യത്രേ ഉള്ളൂ. സോ എറർ ഈസ് മെഷർഡ് ഇൻ ദ സെയിം യൂണിറ്റ് ആസ് ദ ഔട്ട്പുട്ട്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് എന്തെങ്കിലും എറേഴ്സ്, അതായത് പീനലൈസ് ലാർജ് മിസ്റ്റേക്ക്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ മിസ്റ്റേക്കിന് എന്താക്കി മാറ്റും? മിസ്റ്റേക്ക് വലുതാകുന്നതനുസരിച്ച് നമ്മുടെ എററും വലുതായി പോയിക്കൊണ്ടിരിക്കും. അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേ ഉള്ളൂ മീൻ അബ്സല്യൂട്ട് എററിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ ആണ്. റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ആവറേജ് പ്രഡിക്റ്റ് ചെയ്യുന്നതിന്റെ സ്ക്വയർ എടുക്കുക. കുറച്ച് മുമ്പ് നമ്മളിവിടെ എടുത്തത് എന്താ? yi മൈനസ്, കുറച്ച് മുമ്പത്തെ ഇക്വേഷനകത്ത് yi മൈനസ് y സ്ക്വയർ മാത്രം ഉള്ളായിരുന്നു. ഈ ഒരു സ്ക്വയറിൽ yi മൈനസ് y ക്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഈ ഒരു സ്ക്വയർ വാല്യൂ അവിടെ ഇല്ലായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം? നമ്മൾ ആ വാല്യൂ എടുക്കുക, എന്നിട്ട് എന്തോടെ ചെയ്യണം? സ്ക്വയറും കൂടി എടുത്തു വിടണം. അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. സോ മീൻ സ്ക്വയർ എററിന്റെ റൂട്ടും കൂടെ എടുക്കുക. അതായത് സ്ക്വയർ മീൻ ആബ്സല്യൂട്ട് എററിനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. ഇതാണ് നമ്മളിവിടെ സംഭവിക്കുന്നത്. നോക്കാം, സെയിം ഇക്വേഷൻ തന്നെയാണ്. സെയിം ഇക്വേഷനകത്ത് നമ്മൾ എറർ വരെ കാൽക്കുലേറ്റ് ചെയ്തു. 4 മൈനസ് 4.5 സോറി 4 മൈനസ് 4.5 അവിടെ മൈനസ് 0.5 വന്നിരിക്കുകയാണ്. ദെൻ 6 മൈനസ് 6.5 ഇത് 6 മൈനസ് 5.5 എന്ത് വന്നു? 0.5 വന്നു. 8 മൈനസ് 7.5 നമുക്ക് ഇവിടെ വീണ്ടും 0.5 വന്നു. സെയിം ഇതാണ് കേട്ടോ. എറർ വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിം ആണ്. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ചെയ്യുന്നത് മോഡുലസ് എടുക്കുന്നതിന് പകരം എററിന്റെ സ്ക്വയർ എടുക്കുകയാണ്. ഇപ്പൊ 0.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.25. വീണ്ടും അത് തന്നെ 3 പേർക്കും 0.5 ആണ്. സ്ക്വയർ എറർ 0.25 ആണ്. 1ന്റെ സ്ക്വയർ 1 ആയതുകൊണ്ട് അത് അതുപോലെ തന്നെ കിടക്കുന്നു. ഇനി എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സം എടുക്കുന്നു. നോക്കി 0.25 പ്ലസ് 0.25 പ്ലസ് 0.25 പ്ലസ് 1.75 സോറി. ദെൻ എന്ത് ചെയ്യുന്നു? ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ്. 4 ഒബ്സർവേഷൻ ആണ്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന വാല്യൂ 0.4375 ആണ്. ആ 0.4375ന്റെ എന്തെടുക്കണം? നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഇക്വേഷനകത്ത് റൂട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു 0.661. ദിസ് വിൽ ബി ദ ആൻസർ ഫോർ റൂട്ട് മീൻ സ്ക്വയർ എറർ ഫോർ ദ സെയിം ഡാറ്റ സെറ്റ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. നമുക്ക് 2 മോഡൽസ് ഉണ്ട്, മോഡൽ എ ആൻഡ് മോഡൽ ബി. അപ്പം അതിന്റെ എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മോഡൽ എയുടെ എറർ ഓരോന്നിലും 1 1 വെച്ചും, മോഡൽ ബിയിൽ ആദ്യത്തെ 3 0യും നാലാമത്തത് 4ഉം ആണ്. അപ്പം രണ്ടിന്റെയും മീൻ ആബ്സല്യൂട്ട് എറർ എടുത്തു കഴിഞ്ഞാൽ മോഡൽ എ എന്തായിരിക്കും? 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4. അപ്പം ഇത് 4ഉം കൂട്ടി ഡിവൈഡഡ് ബൈ 4 കൊടുത്താൽ നമുക്ക് 1 ആണ് കിട്ടുന്നത്. ഇതും അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. 4ഉം കൂട്ടുക, 4 പ്ലസ് 0 പ്ലസ് 0 എന്ന് പറയുമ്പോൾ 4 തന്നെയാണ്. 4 ഡിവൈഡഡ് ബൈ 4 1 തന്നെ കിട്ടും. സോ അവരുടെ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്ന രണ്ടുപേരുടെയും സെയിം ആയിരിക്കും. പക്ഷെ മോഡൽ ബിയിലേക്ക് എടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ 4 സ്ക്വയർ ചെയ്യും. 1 സ്ക്വയർ ചെയ്താൽ 1 തന്നെയാണ്. വീണ്ടും എം എയുടെ ആൻസർ തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുക. റൂട്ട് ഓഫ് 4 എന്ന് വരും, അത് 2 ആയിരിക്കും വരുന്നത്. പക്ഷെ മോഡൽ ബിയുടെ കേസിൽ അങ്ങനെയല്ല. 4ന്റെ സ്ക്വയർ 16, 16ന്റെ റൂട്ട് ആയിരിക്കും എടുക്കേണ്ടത്. 16 റൂട്ട് എടുക്കുമ്പോൾ വീണ്ടും 4 വരും. അപ്പം മോഡൽ ബിക്ക് മോഡൽ എക്കാളും എറർ കൂടുതലായിരിക്കും. അതായത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പം നമ്മുടെ എററും ഇല്ലെങ്കിൽ എന്തായിരിക്കും? എററും കൂടുതലായിരിക്കും കാണിക്കുക. സോ ഈ കേസിൽ നമ്മുടെ എററിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് സ്ക്വയർഡ് എറർ എടുക്കുമ്പോൾ പിന്നെയും കൂടുതൽ കാണിക്കും. അപ്പൊ എറർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിലായിരിക്കും? റൂട്ട് മീൻ സ്ക്വയറിലായിരിക്കും. ജസ്റ്റ് അതിന്റെ ഐഡിയ ഒന്ന് പറയാനായിട്ടാണ് ആ എക്സാമ്പിൾ കാണിച്ചത്. സോ വൈ ദ സ്ക്വയർ എറേഴ്സ് ഇതായിരിക്കും സംഭവിക്കാം. സോ നോക്കാം, എന്തായിരിക്കും ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? സോറി, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എററിന് നല്ല ലാർജ് എറർ വരുന്നത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇമ്പോർട്ടൻസ് കൂടുതലും കൊടുക്കുന്ന ലാർജ് എറേഴ്സിനായിരിക്കും. സോ മെഷീൻ ലേണിംഗിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും അതാണ്. കാര്യം എറർ കൂടുതൽ നമുക്ക് എറർ എത്രമാത്രം പുറത്ത് കാണിക്കുന്നു അത്രയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗുഡ് വെൻ ലാർജ് പ്രഡിക്ഷൻ മേക്സ് മിസ്റ്റേക്സ് ആർ കോസ്റ്റ്ലി. അതായത് ചെറിയൊരു മിസ്റ്റേക്ക് പോലും വളരെ കോസ്റ്റ്ലി ആകുന്ന സന്ദർഭങ്ങളിൽ RMSE യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാര്യം നമുക്ക് എറർ കുറച്ച് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. ഈവൻ ഒരു ചെറിയൊരു വേരിയേഷൻ പോലും എന്ത് സംഭവിക്കാം? ആൻസറിൽ ലാർജ് എറേഴ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എററുകളെ കൂടുതലായിട്ട് അത് ഡോമിനേറ്റ് ചെയ്യുന്നു. ഇത് രണ്ടുമാണ് റൂട്ട് മീൻ സ്ക്വയറിന്റെ എന്ത് പറയുന്നത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് R സ്ക്വയർ ആണ്, കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. അപ്പൊ നമുക്കിതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. R സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് സിഗ്മ yi മൈനസ് y ക്യാപ് ദ ഹോൾ സ്ക്വയറും താഴെ yi മൈനസ് y ബാർ. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടുന്ന എക്സ്ട്രാ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ y ബാർ ആണ്. y ബാർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് മീൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് അതും പ്രോബ്ലത്തിലേക്ക് തന്നെ പോകാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നോക്കാം, R സ്ക്വയർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എത്രമാത്രം, അതായത് നമ്മുടെ വേരിയേഷൻ ടാർഗറ്റ് വേരിയബിളിൽ നിന്നും നമ്മുടെ വേരിയേഷൻ എന്തുമാത്രം ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ R സ്ക്വയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയേ, കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ നമ്മുടെ സെയിം ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. പക്ഷെ സെയിം നേരത്തെ 4 ഒബ്സർവേഷൻ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്.
അപ്പോൾ നോക്കാം ആക്ച്വൽ വാല്യൂസ് 4, 6, 8 and 10. This will be the actual values and these are the predicted values. So എറർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആക്ച്വൽ മൈനസ് predicted. ആക്ച്വൽ മൈനസ് predicted ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം 4 minus 4.5 will be minus 0.5, 6 minus 5.5, 0.5. സെയിം വാല്യൂസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. ഇത് നമ്മൾ നേരത്തെ തന്നെ ചെയ്തതാണ്. എന്നിട്ട് ഇതിൻ്റെ സം എടുക്കുന്നു. കാര്യം വൈ ക്യാപ്പ് YI മൈനസ് വൈ ക്യാപ്പ് ദ ഹോൾ സ്ക്വയർ വാല്യൂ നമുക്കിവിടെ ഇക്വേഷനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നോക്കിയാൽ YI മൈനസ് വൈ ക്യാപ്പ്. അപ്പോൾ നമുക്കിനി YY മൈനസ് വൈ ബാറൂടെ കണ്ടുപിടിച്ചാൽ മതി. ഈ വാല്യൂ നമ്മളിപ്പം കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് വൈ ബാർ കണ്ടുപിടിച്ചിട്ട് അതിനെ YIയിൽ നിന്നും മൈനസ് ചെയ്യണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളവിടെ സം ഓഫ് സ്ക്വയേഴ്സ് സ്ക്വയർഡ് എറർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 1.75 ആണ്. അതായത് SSE എന്ന് പറയും. 1.75 നമ്മളവിടെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് SST നമുക്ക് നോക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വൈ ബാർ, അതായത് മീൻ നത്തിങ് ബട്ട് എന്താ 4 + 6 + 8 + 10 ഡിവൈഡഡ് ബൈ 4. 28/7 28/4 എന്ന് വരും. 28/4 is 7. സോ എല്ലാവരുടെയും വാല്യൂ 7 തന്നെയാണ്. എന്ത് ചെയ്യുവാണ്? YI മൈനസ് വൈ ബാർ കൊടുക്കുന്നു. സോ 4 - 7 is -3, 6 - 7 is -1, 8 - 7 is 1 and 10 - 7 is 3. സോ ഇതിന്റെ സ്ക്വയർ എടുക്കുന്നു. 9119 എന്ന് കിട്ടുന്നു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് SST സമ്മ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന്റെ സം എടുത്താൽ മാത്രം മതി. 9 + 1 10 + 1 11 + 9 20. സോ SST എന്ത് വന്നു? 20 വന്നു. അതായത് YI മൈനസ് വൈ ബാറും കണ്ടുപിടിച്ചു. നമ്മുടെ ഇക്വേഷനകത്ത് ആദ്യത്തേത് YI മൈനസ് വൈ ക്യാപ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ YI മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ. പഠിക്കുമ്പോൾ ഇല്ലേ വീഡിയോസ് കേൾക്കുമ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻസ് എഴുതി പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസിലേക്ക് നിങ്ങൾക്ക് നോക്കേണ്ടി വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ആ പറയുന്ന കൂട്ടത്തിൽ ഇക്വേഷൻസ് എഴുതി പോവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് നിന്നുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യാം. സോ നമ്മൾ SSTയും SSCയും കണ്ടുപിടിച്ച്. SSC 1.7 ആയിരുന്നു. സോ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 1 മൈനസ് SSC ആൻഡ് SST. ആ ഇക്വേഷന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 മൈനസ് എന്ത് കൊടുക്കാം? സിഗ്മ ഈക്വൽ ടു 1 to 1 YI മൈനസ് വൈ ബാർ വൈ ക്യാപ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ YI മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയും ഇട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. SSE എന്ന് പറയുന്നത് 1.75ഉം SST എന്ന് പറയുന്നത് 20 ആയിരുന്നു. സോ അത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ആർ സ്ക്വയറിന്റെ വാല്യൂ 0.915 ആണ് കിട്ടുന്നത്. സോ ആ 915 എന്ന് പറയുന്ന ഇൻറ്റു 100 കൊടുക്കുകയാണെങ്കിൽ 91.25% ആണ്. സോ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ദ റിഗ്രഷൻ മോഡൽ എക്സ്പ്ലെയിൻസ് അപ്രോക്സിമേറ്റ്ലി 91.25 ഓഫ് ദ വേരിയേഷൻ ഇൻ സാലറി. അപ്പം അത്രയും വേരിയേഷൻ ഉണ്ട്, അത്രയും ശതമാനം വേരിയേഷൻ അവിടെ ഉണ്ടെന്നാണ് എന്ത് പറയുന്നത്? നമ്മുടെ ആർ സ്ക്വയർ വാല്യൂ പറയുന്നത്. ഇതായിരിക്കും അതിന്റെ ആൻസർ. അപ്പം നമ്മളോട് ഒരു പ്രഡിക്ഷനിലെ വേരിയേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആർ സ്ക്വയർ വാല്യൂ എടുത്താൽ മതി. ഇതായിരിക്കും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. ഓരോ വാല്യൂസിനും എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. 1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് പ്രഡിക്ഷൻ ആണ്. 0.95 ആണ് എക്സലന്റ് മോഡൽ ആയിരിക്കും. 0.80 ആണ് വെരി ഗുഡ് മോഡൽ. 0.60 ആണ് മോഡറേറ്റ്. അതായത് ആർ സ്ക്വയർ വാല്യൂ 1 തൊട്ട് 1 ആണ് ഏറ്റവും മാക്സിമം. ഏറ്റവും നല്ല വാല്യൂ 1 ആണ്. അതിന് താഴോട്ട് പോകുന്നതനുസരിച്ച് പെർഫോമൻസ് ഇല്ല വാല്യൂസ് കുറഞ്ഞിരിക്കും. ഓക്കെ, സോ ദിസ് വിൽ ബി ദ കമ്പാരിസൺ. മീൻ ആബ്സല്യൂട്ട് എറർ ആണെങ്കിൽ ഏറ്റവും നല്ലത് എപ്പോഴും ആർ സ്ക്വയർ ആയിരിക്കും. മറ്റേ രണ്ടും അതിൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, സോ അതിൻ്റെ ഡെഫിനേഷൻസ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. സോ ഇനി എക്സസൈസിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുക. എക്സസൈസുകൾ ഒന്ന് ചെയ്ത് നോക്കാം. സെയിം ആണ്. എല്ലാം കൂടെ മീൻ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നതും റൂട്ട് സ്ക്വയർ എറർ കണ്ടുപിടിക്കുന്നതും ആർ സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കുന്നതും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും വരിക. നമുക്ക് എല്ലായിടത്തും ആക്ച്വൽ വാല്യൂ വേണം, പ്രഡിക്റ്റഡ് വേണം, എറർ കണ്ടുപിടിക്കണം, ദെൻ ആബ്സല്യൂട്ട് എറർ, സ്ക്വയർഡ് എറർ, ഇത്രയും നമുക്ക് വേണം. ഒന്നുകൂടെ വേണം, മീൻ വാല്യൂവും കൂടെ വേണം. സോ മീനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വൈബാർ എന്ന് പറയുന്ന ഒരു കോളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാൽക്കുലേഷൻസ് ഈസിയാണ്. ജസ്റ്റ് അതിന്റെ സം കണ്ടുപിടിക്കുക, ദെൻ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇനി അതിനകത്ത് റെസിഡ്യുവൽസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? എററിനെയാണ് റെസിഡ്യുവൽസ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ മീൻ ആബ്സല്യൂട്ട് സ്ക്വയർ എറർ എടുക്കാനായിട്ട് എളുപ്പമാണ്. YI മൈനസ് വൈ ബാറിന്റെ
കണ്ടുപിടിക്കുക, സം എടുക്കുക, ദെൻ ഡിവൈഡഡ് ബൈ എത്രയാണ് ഒബ്സർവേഷൻസ് അത്രയും കൊടുക്കുക. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ എടുക്കുമ്പോഴും സെയിം തന്നെ എന്ത് ചെയ്യണം, സ്ക്വയേർഡിന്റെ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ദെൻ അതിന്റെ റൂട്ട് എടുക്കുക. ആർ സ്ക്വയർ എടുക്കാനാണെങ്കിൽ എന്തുകൂടെ എടുക്കണം, മീൻ വാല്യൂയും കൂടെ എടുക്കണം. സോ മീൻ വാല്യൂ നമ്മുടെ ടേബിളിലില്ല, നിങ്ങൾക്ക് വേണം മീൻ വാല്യൂ ടേബിളിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഇവിടെ മീൻ വാല്യൂ ആർ സ്ക്വയറിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുവാണ്, സമ്മിന്റെ SSC ഓൾറെഡി കണ്ടുപിടിച്ച് വെക്കുക, അത് നമ്മുടെ ടേബിളിനകത്ത് കിടപ്പുണ്ട്. അതുപോലെ SST നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്, അതായത് YI മൈനസ് Y ബാർ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 300. അപ്പോൾ ഓരോ വലസ ടേബിളിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. സോ അങ്ങനെ ചെയ്തു പോവുക. സോ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മറ്റൊരു എക്സസൈസ് ആണ്. സെയിം ആണ്, ഒന്നും വലിയ ടഫായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല, ഈസിയാണ് ചെയ്യാനായിട്ട്. ജസ്റ്റ് നിങ്ങൾ വാല്യൂസ് കണ്ടുപിടിക്കുക, ഇക്വേഷൻസിൽ ഇട്ട് കൊടുക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഏതെങ്കിലും പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്താണെന്നുള്ളത്, അതായത് ഇവിടെ കമ്പാരിസൺ ആണ്, ബിഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ആഫ്റ്റർ ഇംപ്രൂവ്മെന്റ്. അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് തന്നേക്കുന്നത്. റിഗ്രഷൻ മോഡൽ MAE, R റൂട്ട് മീൻ സ്ക്വയർ, R സ്ക്വയർ. അപ്പം ബിഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ആഫ്റ്റർ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ ഇതിൻ്റെ ഒരു സ്റ്റഡി നടത്താനാണ് പറഞ്ഞേക്കുന്നത്. സിമ്പിൾ ആണ് അതും. MAE ആൻഡ് RMSE വേണമെങ്കിൽ അതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 3 മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റിന് മുമ്പ്, ഇംപ്രൂവ്മെന്റ് ശേഷവുമുള്ള വാല്യൂസ് ആണ് തന്നേക്കുന്നത്. അപ്പം ഇതിൽ ആരാണ് ഏറ്റവും നല്ലതെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം MAE. MAEയുടെ വാല്യൂ ഫോർ ഇംപ്രൂവ്മെന്റിന് മുമ്പ് 8.4ഉം 8.4ഉം ഇംപ്രൂവ്മെന്റിന് ശേഷം 8.4, ആഫ്റ്റർ ഇംപ്രൂവ്മെന്റ് 8.4ഉം ബിഫോർ ഇംപ്രൂവ്മെന്റ് 12. അപ്പൊ എറർ കുറഞ്ഞു അല്ലേ, മീൻ അബ്സല്യൂട്ട് എറർ ആണ് എടുക്കുന്നത്. അപ്പൊ എറർ കുറഞ്ഞപ്പോൾ ഇവിടെ എന്തായി, ഈ MAE ഇവിടെ ഇംപ്രൂവ് ആയി. ഈ റൂട്ട് മീൻ സ്ക്വയർ നോക്കാം, അവിടെ എന്ത് സംഭവിച്ചു, റൂട്ട് മീൻ സ്ക്വയർ കുറഞ്ഞു. അപ്പൊ അതും ഗുഡ് ആണ്. ഇവിടെ R സ്ക്വയർ ആണെങ്കിലോ 0.68ൽ നിന്നും 0.84ലേക്ക് വന്നു, വാല്യൂസ് കൂടി. സോ ബെറ്റർ ആണ്. അപ്പം എല്ലാ കേസിലും എന്ത് ചെയ്തു, ആ മോഡൽ ഇംപ്രൂവ് ചെയ്തു. So this is a summary of what we learned today. MAE, RMSE and R square. Summary മാത്രമാണ്. Just read through it. That's all. Thank you.